പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഡിസംബർ 25 വ്യാഴം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഇന്ന് ക്രിസ്തുമസ് ദിനം. മനുഷ്യരക്ഷയ്ക്കായി ദൈവപുത്രനായ യേശു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചതിനെ സ്മരിക്കുന്നതായ ദിനം. വളരെ ആഘോഷപുരസ്സരം നാം ഇത് കൊണ്ടാടുന്നു. എന്നാൽ ക്രിസ്തുമസ് വെറുമൊരു ആഘോഷമല്ല. അത് ദൈവം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇടം തേടി വന്ന ദിനമാണ് എന്നത് നാം ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ബെത്ലഹേമിൽ അന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പണം ഉണ്ടായിരുന്നു. സ്നേഹമില്ലായ്മയല്ല, ഇടമില്ലായ്മയാണ് അവിടെ പ്രശ്നമായത്. ക്രിസ്തു നമ്മോടും ഇന്ന് ചോദിക്കുന്നത് ഇത് തന്നെയാണ്. നിന്റെ ജീവിതത്തിൽ എനിക്ക് ഇടമുണ്ടോ? ബെത്ലഹേം നാം വായിക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യങ്ങൾ, സ്വന്തം പദ്ധതികൾ. അവിടെ ഒരു ഗർഭിണിയായ മാതാവിനും ജനിക്കാനിരിക്കുന്ന രക്ഷകനും ഇടമില്ലാത്തതായ അവസ്ഥ. തിരക്കുള്ള ലോകത്തിന് ദൈവത്തിന് ഇടമുണ്ടാകണമെന്നില്ല. ഇന്നും ഈ അവസ്ഥ മാറിയിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതവും തിരക്കിലാണ്. ജോലി, പഠനം, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സാമൂഹിക ബാധ്യതകൾ, അങ്ങനെ പോകുന്നു. പക്ഷേ യേശുവിന് പിറക്കുവാൻ നമ്മുടെ മനസ്സിൽ ഇടമുണ്ടോ? തിരക്ക് അവിടെ ഒരു പ്രശ്നമല്ല. മുൻഗണന എന്തിന് നൽകുന്നു എന്നതാണ് പ്രശ്നം. വചനം പറയുന്നു, കാലിത്തൊഴുത്ത് അത് ദൈവം സ്വീകരിച്ച ഇടമാണ്. ദൈവം പിറന്നത് രാജഭവനത്തിലല്ല, മതനേതാക്കളുടെ ഭവനത്തിലല്ല, പക്ഷെ കാലിത്തൊഴുത്തിലാണ്. അത് മനുഷ്യർ ഒഴിവാക്കിയ ഇടമാണ്. പക്ഷെ ദൈവം അതിനെ തിരഞ്ഞെടുത്തു. മനുഷ്യൻ ഒഴിവാക്കുന്ന ഇടങ്ങൾ ദൈവം തിരഞ്ഞെടുത്തേക്കാം. നമ്മുടെ പ്രതിസന്ധികള്, വേദനകള്, കുറ്റബോധങ്ങള്, തള്ളിക്കളഞ്ഞ അനുഭവങ്ങൾ, ഇവയെല്ലാം യേശുവിന് പിറക്കാവുന്നതായ ഇടങ്ങളാണ് എന്നത് ഓർക്കുക. ക്രിസ്തുമസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ യേശുവിന് ഇടമൊരുക്കണം എന്നതാണ്. നാം ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ജീവിതം നിറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അഹങ്കാരമാണോ? വൈരാഗ്യമാണോ? സ്വാർത്ഥതയാണോ? പാപബോധമാണോ? ഇവയെ ഒഴിപ്പിക്കാതെ യേശുവിനെ പിറക്കുവാൻ ഇടമുണ്ടാകില്ല. ക്രിസ്തുമസ് ദൈവത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ഉത്സവമാണ്. ക്രിസ്തുമസ് നമ്മെ മറ്റൊരു കാര്യവും പഠിപ്പിക്കുന്നു. യേശുവിന് ഇടം നൽകിയവർ മറ്റുള്ളവർക്കും ഇടമായി തീരണം. ഇന്ന് നമ്മുടെ ചുറ്റും തള്ളപ്പെട്ടവരുണ്ട്, ഒറ്റപ്പെടുന്നവരുണ്ട്, അവഗണിക്കപ്പെടുന്നവരുണ്ട്, സ്നേഹത്തിനായി ഇടം തേടുന്നവരുണ്ട്. സഭയായും വ്യക്തികളായും നാം അവർക്ക് ഇടമായി തീരേണ്ടതുണ്ട്. അതോ ഇടമില്ല എന്ന് പറയുന്നവരാണോ? യേശു നമ്മുടെ ജീവിതത്തിൽ പിറന്നാൽ നാം മറ്റുള്ളവർക്ക് അഭയമായി തീരും. പ്രിയരെ, ആദ്യ ക്രിസ്തുമസില് ബെത്ലഹേമിൽ യേശുവിന് ഇടമില്ലായിരുന്നു. എന്നാൽ ഈ ക്രിസ്തുമസിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുത്. നമ്മുടെ മനസ്സ് യേശുവിന് പിറക്കാൻ തയ്യാറാണെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയായി മാറും. യേശുവിന് ഇടം നൽകുന്നതായ ജീവിതം മറ്റുള്ളവർക്ക് ഇടമാകുന്ന ജീവിതമായി തീരും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാകട്ടെ ഈ ക്രിസ്തുമസിനെ ധന്യമാക്കി തീർക്കുന്നത്. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെതായ എല്ലാ അനുഗ്രഹങ്ങളും നേരുകയാണ്. പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ബെത്ലഹേമിൽ ഇടമില്ലാതെ ഇരുന്ന യേശുവിനെ ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരക്കുകളും അഹങ്കാരങ്ങളും ജീവിതത്തിൻ്റെ അടച്ച വാതിലുകളും നിന്റെ കൃപയാൽ നീക്കി യേശുവിന് പിറക്കാൻ ഇടമാകുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഇടം തേടുന്നവർക്ക് ഇടമായി തീരുന്ന സഭയായും സ്നേഹത്തിനും കരുണയ്ക്കും ജീവിത സാക്ഷികളാക്കുവാനും ഞങ്ങളെ ആക്കി തീർക്കണമേ. ഈ ക്രിസ്തുമസിൽ
ഞങ്ങളുടെ ജീവിതത്തിൽ യേശു യഥാർത്ഥത്തിൽ ജനിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.